പിണറായി വിജയനും എം വി ഗോവിന്ദനും വി എൻ വാസവനും കെ കെ രാഗേഷും ഒക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇ പി ജയരാജനും കെ കെ ശൈലജയും പി കെ ശ്രീമതിയൊക്കെ തന്നെ അണിനിരക്കുന്നു. അപ്പോൾ പിണറായി പറയും, പാർട്ടി അനുസരിക്കും. ഇതാണ് കഴിഞ്ഞ 22 വർഷമായി CPM-ലെ രീതി. കൃത്യമായി പറഞ്ഞാൽ പിണറായി പാർട്ടി പിടിച്ച മലപ്പുറം സമ്മേളനത്തിന് ശേഷം ഇതപര്യന്തം. അപ്പോൾ കല്ലേൽ പിളർക്കുന്ന ശാസനകൾ ഒരു ഇലേനക്കം പോലും ഇല്ലാതെ നടപ്പായ 2 പതിറ്റാണ്ടുകൾ. എന്നാൽ ഇപ്പോൾ ചെറുബാല്യക്കാർ മുതൽ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ പിണറായിക്ക് എതിർവായുമായി രംഗത്തെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നൊരു വാർത്ത, കോട്ടയത്ത് കുട്ടിസഖാക്കൾ വരെ പിണറായിയെയും പിണറായി സംവിധാനത്തെയും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു DYFI സമ്മേളനത്തിൽ. അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് വാർത്താ നേരം ഉയർത്തുന്നത്. ഒന്ന്, പിണറായി വിജയനെയും പിണറായി കമ്പനിയെയും എതിർക്കാനുള്ള ധൈര്യം CPM-ൽ എവിടെ നിന്നുമാണ്? ജനറൽ സെക്രട്ടറി MA ബേബിയാണോ ഈ ചേരിയുടെ ബിഗ് ബോസ്? ഒന്നിനു പിറകെ ഒന്നായി ഈ ചേരി ശക്തിപ്പെടുകയാണോ? രണ്ടാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതോടെ പാർട്ടിയിൽ കൂടുതൽ ദുർബലപ്പെടുകയാണോ ഇപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവ്? ഈ തിരിച്ചറിവാണോ പുതിയ ഒരു ചേരി രൂപപ്പെടുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത്? കാരണം ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് മുന്നിൽ പൊളിയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നിയമസഭയിൽ കാണുന്നത്. 10 വർഷക്കാലം ഇടതുപക്ഷ ആശയങ്ങൾ മുഴുവൻ വെള്ളം ചേർത്ത മുഖ്യമന്ത്രി എന്ന പേരുദോഷം പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ പോരാട്ട വീര്യം ചോർത്തുകയാണോ നിയമസഭയ്ക്കകത്തും പുറത്തും? ജനങ്ങളിൽ ഇത് അവിശ്വാസം ഉണ്ടാക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, സത്യത്തിൽ തീക്കട്ടയിലാണോ ഉറുമ്പെരിക്കുന്നത്? കെ രാഗേഷിനെതിരെയും തലപ്പത്ത് MV ഗോവിന്ദിനെതിരെയുമുള്ള നീക്കങ്ങളുടെ പ്രഭവ കേന്ദ്രം എപ്പി സെന്റർ കണ്ണൂരാണ്. അപ്പോൾ CPM-ലെ പിണറായി സ്ക്വാഡിന് ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുകയാണോ? കണ്ണൂർ കലാപം മറ്റ് ജില്ലകളിലും കാര്യം എളുപ്പമാക്കുകയാണോ? വിഴിഞ്ഞ വിവാദത്തിൽ പോലും പിണറായി ഉയർത്തുന്ന അഴിമതി ആരോപണം ഉണ്ടയില്ല വെടിയാണെന്ന് മുതിർന്ന നേതാക്കൾ പോലും പറയാതെ പറയുക. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം.